എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് അള്ളാഹ് വിളിച്ചു. അള്ളാഹു തആല നമ്മളൊക്കെ വിളിച്ചങ്ങ് മരിപ്പിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ വിളിച്ച് മരിപ്പിക്കട്ടെ. ആഗ്രഹമുണ്ടോ? ഓച്ചിറ വടക്കേ പള്ളിയിൽ വടക്കേ പള്ളി ചക്കാലി മുഹമ്മദ് മുസ്ലിം ഒരു പാവപ്പെട്ട സാത്വികനായ ഒരു മനുഷ്യനാണ്. വടക്കേ പള്ളിയിൽ ദീർഘനാൾ മുഅദ്ദിനായി ജോലി ചെയ്ത ചക്കാലയിൽ മുസ്ലിയാർ. അദ്ദേഹം മൗത്തായിട്ട് 25 കൊല്ലമായി. ഈ അടുത്ത മരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അടുത്ത 2-3 കൊല്ലത്തിനുള്ളിൽ. അപ്പൊ കുടുംബക്കാരൊക്കെ പറഞ്ഞ് എന്നാൽ ചക്കാലയിൽ മുസ്ലിയാരുടെ ഖബറിൽ ഭാര്യയാണല്ലോ, നമുക്കടക്കാം. അപ്പോൾ അങ്ങനെ തയ്യാറായി. ഖബറിന്റെ മണ്ണൊക്കെ മാറ്റി മൂടിപ്പലകമായി നീക്കുന്നതായ സന്ദർഭത്തിൽ 25 വർഷം പഴക്കമുള്ള ആ ജനാസയ്ക്ക് ഒരു കേടുപാടുമില്ലാതെ അതിൽ കിടക്കുന്നു. ആര് കിടക്കുന്നു? ചക്കാല മുസ്ലിയാർ കിടക്കുന്നു. ഓച്ചിറ വടക്കേ പള്ളിയിലെ പഴയ മുഅദ്ദിൻ കിടക്കുന്നു. നമ്മളൊക്കെ മരിച്ചാൽ നമ്മളങ്ങനെ കിടക്കൂ? അത് അഴുകിപ്പോകൂ? ഇതേപോലെ പ്രശ്നമായിട്ട് കിടക്കുമോ? എന്താ കാരണമെന്നറിയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി കേട്ട് മരിച്ച ആളാ അദ്ദേഹം. അങ്ങനെ കേട്ട് മരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കൂട്ടരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ഇവിടെ താഗ ഉസ്താദ് മകാൻ അവർ പറഞ്ഞത്, നമ്മുടെ മുനിസിപ്പൽ മെമ്പർ പറഞ്ഞത്, മയക്കുമരുന്ന്, മദ്യം, അശ്ലീലം, വ്യഭിചാരം, പ്രേമം, കളി, ചിരി തുടങ്ങിയ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളെ തടയിട്ടുകൊണ്ട് ആ സ്ഥാനത്ത് സനാതന മൂല്യങ്ങളും സദാചാര ബോധവും സൽസ്വഭാവവും ഈ തലമുറയ്ക്കുണ്ടാകണമെന്നാണ്. ഓരോ കാലം മറ്റൊരു കാലത്തിനെ അപേക്ഷിച്ച് ഇല്ലാ അദ്ഹാ വ അമർ, ഏറ്റവും അപ്രതിരോധവും ഏറ്റവും കയ്പുള്ളതുമാണ് കാലഘട്ടം ഇനി വരാൻ പോകുന്നത്. ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു. മണിക്കൂറും സെക്കൻഡും എല്ലാം അത് തർത്തീബാക്കിപ്പോൾ. ഇന്നത്തെ ഇസ്ലാം നാളെ ഇല്ല. രാവിലത്തെ ഇസ്ലാം വൈകിട്ട് കാഫിർ, വൈകിട്ട് ഇസ്ലാം രാവിലെ കാഫിർ. ഒക്കെ ഹദീസാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ദീനിനെ പോറലേൽപ്പിക്കാതെ ശിരസ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരിമാരും സഹോദരന്മാരും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന സത്യദീനിന്റെ മനസ്സ് തുറന്ന അഭ്യുദയകാംക്ഷികളാണ്. ഒരു സംശയവുമില്ല. അള്ളാഹു നമ്മളെ ലക്ഷ്യം പൂർത്തീകരിച്ച് തിരുമാറാകട്ടെ. എന്താ നമ്മളെ ലക്ഷ്യം? സ്വർഗമുണ്ട്. സ്വർഗത്തെ നല്ല പട്ടുമെത്തയുണ്ട്. ഓട്ടോമാറ്റിക് സംവിധാനമുണ്ട്. എല്ലാ ഏർപ്പാടുകളും സ്വർഗത്തിലുണ്ട്. ബിരിയാണിയുണ്ട്, ഐസ്ക്രീമുണ്ട്, ഫ്രൂട്ട് സലാഡുണ്ട്, ഫ്രൈ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മുതലാളി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക.
ആരെങ്കിലും ഒന്ന് വിളിച്ചു കൊടുക്കണ്ടേ? ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചോ നാട്ടുകാർ വിചാരിച്ച് നമ്മളെയൊക്കെ ഇയാൾ ക്ഷണിക്കും. അയാൾ ആരെയും ക്ഷണിച്ചില്ല. നാട്ടുകാരുടേതായ ആ പ്രതീക്ഷ എല്ലാ സ്ഥാനത്തായില്ലേ? സ്വർഗമുണ്ട്, സുഖ ആനന്ദങ്ങളുണ്ട്, തുല്യതയില്ലാത്ത നിഅമത്തുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് സുഖലോക സ്വർഗത്തിൽ. ഉസ്താദ് പാടിയതുപോലെ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനനൊന്നിടണ്ട, തിബിറ് തന്നെ പിന്നെയും. നീ ഫക്കീറാണ്, പട്ടണിക്കാരനാണ്, ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്തവനാണ്. മുൻചൊപ്പിച്ച് കാലഘട്ടത്തിന് അനുയോജ്യമായി ജീവിക്കാൻ എനിക്ക് സമ്പത്തില്ല. അഷ്ടിച്ചും കഷ്ടിച്ചും നീ നിന്റെ കുടുംബങ്ങളും തള്ളി നിൽക്കുമ്പോൾ നിന്നിൽ ഒരു ഉത്തമമായ സ്വഭാവമുണ്ട്. നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറുകെ പിടിച്ച സത്യവിശ്വാസിയാണ്. അല്ലാഹു തആലയിൽ അജയ്യമായിട്ട് നീ അർപ്പണബോധം നടത്തിയ ഒരു സത്യവിശ്വാസിയാണ്. ഈ സന്ദർഭം ചിലപ്പോൾ നാട്ടിലെ പ്രമുഖന്മാരും പൗരപ്രമാണികളും വിരുന്ന് സൽക്കാരം ഒരുക്കുമ്പോൾ നിന്റെ കീറിപ്പറിഞ്ഞ വസ്ത്രവും നിന്റെ യോഗ്യത നഷ്ടപ്പെട്ടതായ പ്രൗഢിയില്ലാത്തതായ നിന്റെ ജീവിതത്തിനും ആ സൽക്കാര പന്തലിൽ ക്ഷണം ഉണ്ടായെന്ന് വരത്തില്ല. വിളിച്ച് നേരത്തെ ഭക്ഷണം കൊടുക്കത്തില്ല. മോലാളിമാർ വിളിക്കും. ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാ. അത് പ്രോട്ടോകോൾ നോക്കിയാൽ വിളിക്കും. ഒരു പാവപ്പെട്ട ഫക്കീർ വെന്തനേരി കുടുംബ പട്ടിണിയായിട്ട് ചൗര കിടന്ന ആ ബിരിയാണി ചെമ്മിൻ്റെ മണം മൂക്കിലെത്തും. അത് കഴിഞ്ഞാൽ സംഭവം കിട്ടത്തില്ല. ആ കാലഘട്ടം നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ മഹാനായ ശൈഖ് ഉസ്താദ് നവറല്ലാഹു മർകദഹു പറയുകയാണ്, ജനമൊക്കെയും തണവൽഗണിച്ചാൽ തന്നെയും നിന്നെ വിരുന്നിന് സൽക്കാരത്തിന് അവർ വിളിക്കത്തില്ലടോ. നീ ഒരു പാവപ്പെട്ടവൻ, ഒരു കളയക്കാരൻ, ഒരു കൂലി ചുമട്ടുകാരൻ എന്നുള്ള രീതിയിൽ നിന്നെ അകലം നിർത്തിയിരിക്കുകയാണ് എങ്കിൽ മനമൊന്നിടണ്ട, തിബിറ് തന്നെ പിന്നെയും. നീ വിഷമിക്കണ്ട, മരിക്കേണ്ട സമയം വരട്ടെ. അറിയാമല്ലോ ആഖിറ ലോകത്തിന്റെ ജേതാക്കളാണ്. അതാണ് അബൂബക്കർ സക്കറാൻ റളിയല്ലാഹു അൻഹു. കുറെ പാട്ടുകൾ പാടി, എല്ലാം പാടി വന്നിട്ട് മൂപ്പര് പറഞ്ഞേ, നാളെ അറിയാം നേതാവാരാണെന്നറിയാം. ആഖിറ ലോകത്തിന്റെ പുരസ്കാരം, ആഖിറ ലോകത്തിന്റെ സമ്മാനം ആർക്കാണ് കിട്ടുന്നതെന്ന് ദുനിയാവിന്റെ മക്കളെ നിങ്ങൾ ആഖിറത്തിൽ നോക്കിക്കൊള്ളേ. ഞങ്ങൾക്ക് പാട്ടുപാടി വാദ്യമേളങ്ങളുടെയും ശബ്ദമാധുരിയുടെയും പിന്നാലെ പരക്കം പോയാൻ സമയമില്ല. ഞങ്ങളുടെ പാട്ട് വിശുദ്ധ ഖുർആനാണ്. ഞങ്ങൾ ദിക്റും സ്വലാത്തും ചൊല്ലി കഴിയുകയാണ്. വരാനിരിക്കുന്ന മോഹന പ്രതീക്ഷയായ ആഖിറ ലോകത്തിലേക്ക് എത്തപ്പെടണമെന്നുള്ള വ്യഗ്രതയിലാണ്. ഞങ്ങളുടെ ഈ ചെളി പിറണ്ട ശരീരം, പിശാച് അടുക്കി വെച്ചിരിക്കുന്ന ഈ ബോഡി, ഈ ശരീരം നഫ്സുൽ
അമ്മാറ എന്ന് പറയുന്നതായ വൃത്തികെട്ട ശരീരം വ്യഭിചരിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ വ്യഭിചാരത്തിന്റെ കുതന്ത്രങ്ങൾ സൃഷ്ടിച്ച് വ്യഭിചരിക്കാൻ പോയ മുസൽമാൻ, മോഷണത്തിന് പോയ മുസൽമാൻ, പ്രേമത്തിന് പോയവൻ, ഹല്ലന നിക്കാഹ ഫീനാ ബിൽഗിലാൻ വഹറമ സിവാഗ ബിനസ്ൽ ഖുർആൻ. വ്യഭിചാരം നിഷിദ്ധമാണ്, നീ പോയി പെണ്ണ് കെട്ടണം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉമ്മായ്ക്കും ബാപ്പായ്ക്കും കടമയുണ്ട്. മക്കൾക്ക് വിവാഹം ആവശ്യമായി വരുന്ന സമയം ബ്രേക്ക് ചെയ്യരുത്. അവർ ഹറാമിൽ പോകാതിരിക്കാൻ പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു അശ്യാ. 3 കാര്യങ്ങൾ ഉമ്മക്കും വാപ്പക്കും നിർബന്ധം. ആയുഷിന ഇസ്മഹു ഇദാ വുലിദ, കുഞ്ഞിന് നല്ല പേരിടണം. 1 വഅൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ അകല. തമ്മീസിന്റെ പ്രായം എത്തുമ്പോൾ മകനായാലും മകളായാലും മദർസയിൽ കൊണ്ട് ഇൽമു പഠിപ്പിക്കണം. 2 വിവാഹപ്രായം, കൗമാരം, ശഹ്വത്ത്, വിചാരം അവനിലേക്കോ അവളിലേക്കോ കടന്നു വന്നാൽ തെറ്റിലേക്ക് പോകാൻ സമയം കൊടുക്കാതെ ഉമ്മാടെയും വാപ്പാടെയും കടമയാണ് ഇത് നടത്തി കൊടുക്കുക. അങ്ങനെയുള്ള വ്യഭിചാരം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു സഹോദരിമാരെ, സഹോദരന്മാർ? നമ്മളെ അബ്ദുൽ വാഹിദ് ഉസ്താദ് നിങ്ങളെ സമീപിക്കുന്നു. സ്ത്രീകൾ ഇതേ ഞാൻ തരാം. ആദ്യം റഹ്മാൻ കൊടുക്കാശ് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. എൽമെൻ്റെ മജ്‌ലിസല്ലേ ഇത്? പാർട്ടിക്കാരെ ഫണ്ട് പിരിക്കുന്ന ബക്കറ്റല്ലത്, പാർട്ടി ഫണ്ടിൻ്റെ ബക്കറ്റാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇത് ബക്കറ്റിലാണെങ്കിൽ ഇതെൻ്റെ പാരമ്പര്യം. മസ്ജിദ് നബവിയിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ച പിരിവിൻ്റെ പാരമ്പര്യമാണ്. അതിൻ്റെ മഹത്വവും ബഹുമാനവും കണക്കിലെടുത്ത് പ്രായത്തായിട്ടിട്ട് കുടിക്കും. ബർക്കത്ത് മാഷാ അല്ലാഹ്, എല്ലാവർക്കും ബർക്കത്ത്. അർഹമറാഹിമായ തമ്പുരാൻ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നതായ ഹദിയകൾ ആഖിറ ലോകത്തിൻ്റെ വിരുന്ന സൽക്കാരത്തിലേക്കുള്ള വസീലയാക്കണേ അല്ലാഹ്. എല്ലാവരും നല്ല നിയ്യത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരിമാരുടെ ഭാഗത്ത് പ്രവർത്തകർ വരുന്നുണ്ട്. സാബ് പോയിട്ടോ, സാബ് ഇരുന്നാൽ എനിക്ക് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ട്, അതൊന്ന് പോയിക്കോ. ഈ കാര്യം പറയാം. അൽഹംദുലില്ലാഹ്. ഒന്ന് എഴുന്നേറ്റോളി, സുന്നത്താ, നല്ല കാര്യം തന്നെ. ഇത് നമ്മളെ മക്കൾ കണ്ടല്ലേ അവർ പഠിക്കുന്നത്. ഇരിക്കും അദബ്. زان زغدا وكمالا وصفا من الله نعلمناه بالضمن لا إله إلا الله لا إله إلا الله لا إله إلا الله كشف الأمر بها
خائق خلق الله سهل أموره لا إله إلا الله لا إله إلا الله لا إله إلا الله. അല്ലാഹു നമ്മുടെ മജ്‌ലിസിന് ബർക്കത്ത് നൽകട്ടെ. ഇതേപോലെ നമ്മൾ പങ്കെടുത്ത എല്ലാ മജ്‌ലിസുകളും നമുക്ക് അല്ലാഹു ഷാഫിയാക്കി തരട്ടെ. എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്ന മജ്‌ലിസ്, ഷാഹിദാക്കി തരട്ടെ. തെളിവുകൾ നിരത്തുന്ന മജ്‌ലിസ് എവിടാന്നറിയാമോ? ഇന്ദ സക്കറാത്തിൽ മൗത്ത്, മരണപ്പെടുന്ന സമയം. പിന്നെ എവിടെയാണ്? ഇന്ദ സുആലിൽ ഖബർ, ഖബറിൽ ചോദ്യം ചോദിക്കുന്ന സമയം, ഖബറിൽ കഴിഞ്ഞുകൂടുന്ന സമയം, മഹ്ശറിലേക്ക് പോകുന്ന സമയം. ഇൽമിൻ്റെ ബന്ധം നമുക്ക് വരണം. നമ്മൾ പള്ളി ദർസിൽ പോയി പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല, ഉള്ളവരുമുണ്ട് അൽഹംദുലില്ലാ. എന്നാൽ ഇതേപോലെ നമുക്ക് കിട്ടുന്ന പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന മജ്‌ലിസിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ നല്ല നിയ്യത്ത്, നല്ല ഉദ്ദേശം, ഇൽമിന് മജ്‌ലിസിൽ പോകണം, ഒരു നന്മയുടെ അറിവ് കിട്ടിയാൽ നമുക്ക് പ്രവർത്തിക്കണം, അതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും, എൻ്റെ പാപം അല്ലാഹു തആല പുറത്തു തരും എന്നുള്ള നിയ്യത്തോടു കൂടി എല്ലാ മജ്‌ലിസിനെയും നമ്മൾ എന്ത് ചെയ്യണം? പിന്തുടർന്നാൽ ഈ മജ്‌ലിസ് അല്ലാഹു നമുക്ക് ഖൈറാക്കി തരും. ഇവിടെ ഇരിക്കുമ്പം ഇപ്പോൾ ഒരാളങ്ങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ആ ആൾ സ്വർഗത്തിന് അവകാശിയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാര്യം? ഇത് മമ്മൂട്ടിയുടെ മജ്‌ലിസല്ല, മറ്റൊരു സിനിമാ സ്റ്റാറിൻ്റെ മജ്‌ലിസല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ മജ്‌ലിസല്ല. ഏത് ഇൽമിൻ്റെ മജ്‌ലിസാണ്. സ്വർഗത്തിൽ സ്വർഗം കണ്ടവരെന്ന് കൈപോക്ക്. സ്വർഗം കണ്ടവർ കൈവക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ പൊക്കാവും. വേലത്തനം കാണിച്ചാൽ പണി പൊളിയും. സ്വർഗം കണ്ടവർ, ഒരാൾ ധൈര്യത്തെ കൈപൊക്കിയിരിക്കുന്നു. എൻ്റെ കൈ താത്തയുണ്ട്, ധൈര്യം തന്നെ, ധൈര്യം തന്നെ കേട്ടോ. ആണെന്ന് സ്വർഗം കണ്ടെന്ന് മെടുമെടുക്കാൻ കേട്ടോ. റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നമ്മളൊക്കെ അവിടെ പോയി സ്വർഗത്തിൽ രണ്ടരക്കത്തിൽ നിസ്കരിച്ച് അവിടെ ഇരുന്ന് ഒരുപാട് ദുആ ചെയ്ത് മദീന സ്വർഗത്തിൽ പോയില്ലേ? എൻ്റെ ഖബറിൻ്റെയും എൻ്റെ വീട്ടിൻ്റെയും മെമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം, ഇത്രയും സ്ഥലം സ്വർഗമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ നമ്മൾ പോയില്ലേ? സ്വർഗത്തിൽ കയറിയില്ലേ? സ്വർഗം കണ്ടില്ലേ? കണ്ടു. സ്വർഗത്തിൽ കയറി അവിടെ നമ്മൾ ഇരുന്നു. അവിടെ സ്പർശിച്ച എൻ്റെ ശരീരത്തിനെയും നിങ്ങളുടെ ശരീരത്തിനെയും നരകത്തിൽ പോകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദീനത്തിൻ്റെ സ്വർഗത്തിൽ കടക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുനാവ് കൊണ്ട് ആശീർവദിച്ച സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം കിട്ടിയ ഉംറക്കാരായാലും പ്രവാസികളായാലും ഹജ്ജിന് പോയവരായാലും ഭാഗ്യമുള്ളവർ തന്നെയാണ്. ആ ചെയ്തതായ നിഅമത്തിന് നമ്മൾ ശാക്കിറാവണം, നമ്മൾ തീരുമാനമെടുക്കണം. ഇന്നു മുതൽ സ്വർഗം നഷ്ടപ്പെടുന്ന നരകത്തിൻ്റെ ജോലി ഞാൻ ചെയ്യുകയില്ല. സ്വർഗം നഷ്ടപ്പെടുന്ന നരകത്തിൻ്റെ ഒരു ജോലി ഞാൻ ചെയ്യുകയില്ല എന്ന് ഞാനും നിങ്ങളും പ്രതിജ്ഞയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മദീന സ്വർഗത്തിൽ പോയത് കൈവൊക്കെ
100 കണക്കിന് കൈ പൊങ്ങിയില്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കിയുള്ളവർക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈ പൊങ്ങിക്കോ. മാഷാ അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. രണ്ടാമതൊരു സ്വർഗം പറഞ്ഞു ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ സ്വർഗത്തിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത്. നമ്മളിരിക്കുന്ന രണ്ടാമത്തെ സ്വർഗം മജ്ലിസുൽ ഇൽമി റൗളത്തുൽ മിൻ റിയാദിൽ ജന്ന. ഇൽമിൻ്റെ മജ്ലിസ് അത് റൗളയാണ്. സ്വർഗ മജ്ലിസിൽപ്പെട്ടൊരു മജ്ലിസാണ്, റൗളയിൽപ്പെട്ടൊരു റൗളയാണ്. അങ്ങനെ 2 സ്വർഗമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആശീർവദിച്ചത്. അതുകൊണ്ട് ഈ സ്വർഗത്തിലിരിക്കുന്നവർ കാലിൽ ചെരുപ്പുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഊരി, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ബഹുമാനിക്കണ്ടേ, നമ്മൾ ബഹുമാനിക്കണ്ടേ. അപ്പം ചെരുപ്പ് ഊരി ചവിട്ടിയിരുന്നു. ഇൽമിൻ്റെ മര്യാദയെപ്പറ്റിയാണ് ആ കാര്യങ്ങൾ. ചെരുപ്പ് ഇട്ടുകൊണ്ട് റാത്തീബില്ലെന്ന് കാലം ചെരുപ്പ് ഊരിട്ട് തന്നെ നമ്മൾ ചവിട്ടിയിരിക്കും. നിങ്ങൾ തന്നെ പറയുന്നത് ഒരു ഇൽമ കിട്ടിയാൽ നമ്മളത് ചെയ്യണ്ടേ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൂരിസീനായിപ്പോയി. അപ്പോഴേ അല്ലാഹു തആല മൂസ ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഇത് കരിമ്പാറയാണെങ്കിലും പർവ്വതമാണെങ്കിലും തൂരിസീന മലയാണെങ്കിലും ഇത് ബിൽ വാദിൽ മുഖദ്ദസ്, ഇത് പരിശുദ്ധവും പരിപാവനവുമായ ഒരു താഴ്വാരമാണ്. അല്ലാഹു ആകുന്ന ഞാനും എൻ്റെ കലീമാകുന്ന റസൂലാകുന്ന മൂസ താങ്കളും ഇവിടെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം പരിശുദ്ധമായ സ്ഥലമാണ്. അതുകൊണ്ട് ഫഹിലത് ഞങ്ങളിലേക്കാം ചെരിപ്പൊന്നും ഊരിവെച്ചേര്. ചെരിപ്പ് ഊരിക്കാൻ പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാം ചെരിപ്പഴിച്ചു, വിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ടാണ് ബഹുമാനമുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ചെരിപ്പരിക്കണം. ഇൽമെന്ന് പറഞ്ഞാൽ മലായിക്കത്തിൻ്റെ സുഹബത്ത് കൊള്ളാം. എവിടെ ആര് ഇൽമ് പറയുന്ന ഒരാൾ കേൾക്കുന്ന ഒരാളാണെങ്കിലും അവിടെ വരും മലക്കുകൾ. ഇനി 1000 പേരുണ്ടെങ്കിലും അവിടെ വരും മലക്കുകൾ. മലായിക്കത്തിൻ്റെ സുഹബത്തിലാണ്. അതുകൊണ്ടാണ് 2 സ്ഥലത്ത് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒന്ന് പള്ളിയിൽ പൊട്ടിച്ചിരിയുടെ കാലമാണ് ഇപ്പോഴത്തെ കാലം. പള്ളിയിലൊക്കെ ഇപ്പം മര്യാദകൾ സംസാരിച്ച് അങ്ങ് ചിരിക്കുക. ജുമയുടെ പരിപാടി മെമ്പറിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരം മക്കളുമാർ വരും. ഒരു 18 വയസ്സിന് മേപ്പോട്ട്, ഒരു 25 വയസ്സിൽ താപ്പോട്ട്. അവന്മാർക്ക് ഏറ്റവും പൊട്ടിച്ചിരിക്കും തോന്നിയാസത്തിനും കിട്ടുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? ജുമയുടെ നല്ല സമയത്താണ്. ഖത്തീബ് ഖുത്ബയിലാണ്. നമ്മളെ കൂട്ടുള്ള കിളവന്മാരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പിള്ളേർ മൊബൈൽ കളിക്കും. പല പള്ളികളിലും സ്റ്റെയർ കയറി പോവുക, സ്റ്റെയറിൻ്റെ കീഴിൽ കയറിയിരിക്കുക, കളിക്കാം. ആ മക്കളായി ഇപ്പോൾ വളർന്നു വരുന്ന മക്കൾ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നായ പട്ടിയുടെ രൂപത്തിൽ കോലം മരിക്കപ്പെടും 2 കൂട്ടർ. വീട്ടിൽ നിന്ന് മരിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. 2 കാര്യം, കൈയും താടിയും തലയൊക്കെ എല്ലാം ഉണ്ട്. മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് മക്ബറയിൽ കൊണ്ട് നടക്കി നമ്മൾ ചെയ്തതല്ല. പക്ഷേ ചിത്രം മാറി. ഖിയാമത്ത് നാൾ സംഭവിച്ചു. ജനകോടികളെല്ലാം ഹാജരാക്കപ്പെടുമ്പോൾ കുറേ നായകളെ ഇങ്ങനെ കാണാം. മനുഷ്യ നായകൾ. അവർ കള്ളു കുടിച്ചിട്ടല്ല, പെണ്ണ് പിടിച്ചതിനല്ല, മോഷ്ടിച്ചതിനല്ല, കൊലപാതകം നടത്തിയതിനല്ല, അതിനൊക്കെ വേറെ ശിക്ഷയുണ്ട്. ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ പള്ളിയെ നിന്ദിച്ച് കളഞ്ഞു. പള്ളിക്ക് ബഹുമാനം കൊടുത്തില്ല. പള്ളിയിൽ പൊട്ടിച്ചിരിച്ചു. പള്ളിയിൽ ആരാണോ പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് അല്ലാഹു ആഖിറത്തിൽ കൊടുക്കുന്ന അപമാനം, നാണക്കേട്, കോലം മറിച്ച് കളയും. ഖാല റസൂലുള്ളാഹി
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരുടെയും ഭാഗത്ത് ചിരി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ചിരിക്കണ്ട, തൗബ ചെയ്താൽ മതി, അള്ളാഹ് പുറത്തു തരും. ഈ രണ്ടാമത് കോലം മറിക്കുന്ന സ്ഥലമുണ്ട്. അതെവിടാന്നറിയാമോ? ഇൽമിൻ്റെ മജ്ലിസ്, വഅദ് പറയുന്ന മജ്ലിസ്. ആ വഅദ് പറയുന്ന മജ്ലിസിൽ ചിരി പാടില്ല, ചിരിക്കാൻ പാടില്ല. ഇൽമങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അതോടുകൂടി ഹൃദയം അല്ലാഹുവിലേക്ക് സമർപ്പിക്കണം. അല്ലൽ ഹയാത്തുൽ ഇസ്ലാം വഇമാദുദ്ദീൻ. ഇസ്ലാം ജീവിക്കുന്നത് ഇൽമു കൊണ്ടാണ്, ദീനിൻ്റെ തൂണുമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അയ്യുഹ നഫ്സുൽ മുത്മഇന്ന എന്ന് അല്ലാഹു നമ്മളെന്ന് വിളിക്കട്ടെ. ആമീൻ. മരണസമയം നമ്മളെ അങ്ങനെ ഒന്ന് വിളിപ്പിക്കട്ടെ. എന്തോ വിളി? യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന. അത് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. ഇതിന് മറുവശമുണ്ട്. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വേണ്ടതുപോലെ കഴിവിൻ്റെ പരമാവധി നാഥനായ റബ്ബിനെ പേടിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ഹറാമായ മുഴുവൻ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളെ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നിങ്ങൾക്കല്ലാഹു നമുക്കല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അഭയസങ്കേതം, വിശ്രമസ്ഥലം, അത് സ്വർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിങ്ങനെ ചർച്ച ചെയ്തു വരുമ്പോൾ അനുബന്ധമായിട്ട് അല്ലാഹു കയറി വരുന്നു. അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നു. വനഹൽ നഫ്സ അനിൽ ഹവാ. അല്ലാഹു നീ പേടിക്കുമ്പോൾ, അല്ലാഹുവിന് നീ വഴിപ്പെടുമ്പോൾ, നീ 5 വഖ്ത് നിസ്കരിക്കുന്ന ആളാകുമ്പോൾ, നീ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നല്ല ഉത്തമാനിയായിട്ട് നീ ജീവിക്കുമ്പോൾ അതിൽ തന്നെ ആയിരിക്കണം. വനഹൻ നഫ്സ അനിൽ ഹവാ. നിന്റെ നഫ്സിനെ നീ തടയണം ഹവയെ തൊട്ട്. ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ദുരാഗ്രഹങ്ങൾ. ഇപ്പോൾ ദുരാഗ്രഹങ്ങൾ അണപൊട്ടി ഒഴുകുന്ന സമയമാണ് ചെറുപ്പക്കാർക്ക്. കളിയുടെ പേരിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാർ കളി പ്രമാണിച്ച് നിസ്കാരം കഥാക്കുന്ന കാലമാണ്. ഇവിടെ ഇപ്പം ആര് ജയിച്ച്? അല്ല ജയിച്ചോ ശൈത്താൻ ജയിച്ചോ? ഇല്ല. കളിയുടെ ടൈമാണെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ ആ കളിയിലിങ്ങനെ ഇരിക്കുക. എത്ര ഓതി നിസ്കാരം കഥായി? ഈ കാക്കാക്കും താത്താക്കും സ്വർഗം കിട്ടുമോ? ഇല്ല. ഈ ഒറ്റ ആയത്ത് മതി. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. റബ്ബിനെ വേണ്ടതെറ്റ് നീ പേടിച്ചു വഴിപ്പെട്ടു. ഫഫ്അലൂ മാ അമറക്കുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാം. അള്ളാഹു എന്ന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. വന്തഹു അമ്മാ നഹക്കുമുല്ലാഹ്. അള്ളാഹു നിരോധിച്ചതിനൊക്കെ നീ ഉപേക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴാണ് കളി. കുല്ലു ലൈബിൻ ഹറാം. ഇസ്ലാമിക പ്രമാണം അങ്ങനെയാണ്. കളിക്കാൻ അള്ളാഹു നമുക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാ സാഹിബേ ലാ തൽഅബൂ. കളിക്കല്ല. ബിൽ ഹഖദാ. ചിരിക്കല്ല. ഇല്ലാ ഖലീലൻ ജാഅ ഫിൽ ഖുർആനി. കരഞ്ഞോ കഥീറൻ ഖശിയത്തൻ നീറാനി. ചിരിച്ച് കളിച്ചു മറിഞ്ഞതാല നീ കാണുമേ യൗമൽ ഖിയാമത്തി. ഖേദവും ബഹുഛേദമേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഴുതായ മജ്‌ലിസുകളിലൊക്കെ പാടിപ്പറഞ്ഞ 2 വരിയാണ്. ഇതേതോ മഹാൻ ഒരു സൂഫിയിൽ നിന്നും വന്ന ശബ്ദമാണ്. അതിങ്ങനെ തലമുറയായി വന്ന് എനിക്കൊരു ഇബ്രാഹിം മുസ്ലിയാർ പഠിപ്പിച്ചെന്നെ. അതൊക്കെ മരിച്ചുപോയി. അവർക്ക് അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്തൊരു സാരോപദേശമാണ്.
യാ സാഹിബി, എൻ്റെ കൂട്ടുകാരാ, ലാ തലബൂ, നീ കളിച്ച സമയം കളയണ്ട. ബി അയ്യിലേബിൽ, ഒരു കളിയും നീ കളിക്കണ്ട. ഹാക്കതാ, കളി പോലെ തന്നെ ചിരിക്കല്ലേ. ഇല്ലാ ഖലീലൻ ജാഫിൽ ഖുർആൻ, ഖുർആനിൽ സൂറത്തുൽ തൗബയിൽ അല്ലാഹു അറിയിച്ചില്ലേ, ഫൽയൽഹഖൂ ഖലീലാ വൽയബ്കൂ കസീറാ. ചിരിക്കാനും കളിക്കാനും മതി മറന്ന് തലയ്ക്ക് മത്ത് പിടിക്കണം, അതിന് കള്ളു കുടിക്കണം, അതിന് എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ഒപ്പിക്കണം. അവിടെയാണ് ലഹരിക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. 1000 തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അതിൻ്റേതായ മൂല്യം ലഹരിയാണെന്ന് വിശുദ്ധ ഖുർആൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഇന്നഹാ റൈസു കുല്ലി ഫാഹിഷ, ഏതെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളെല്ലാം തല, അതിൻ്റെ ഹെഡ് മദ്യപാനമാണ്, രക്തതെറ്റലാണ്. തമ്പുരാനെ, ഞങ്ങൾ ഇതുവരെയ്ക്കും കുടിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല, കഞ്ചാവ് എന്താണെന്ന് അറിയത്തില്ല, കള്ളും ചാരായും എന്താ ഞങ്ങൾക്കറിയത്തില്ല. ഈ മജ്ലിസിൽ വന്ന എല്ലാവരെയും നീ ഇതേപോലെ തന്നെ മരണം വരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. ഉമ്മാക്ക് കള്ളറിയത്തില്ല, വാപ്പാക്ക് കള്ളറിയത്തില്ല, കഞ്ചാവ് അറിയത്തില്ല, പിന്നെ ഇപ്പം എന്താ നേരത്തെ പറഞ്ഞ പഞ്ചാരപ്പൊടി, MDM നമ്മൊന്നും അറിയത്തില്ല. മാരകമായിരിക്കുന്ന വിഷങ്ങളാണ്. ഉമ്മായും വാപ്പായും കുടിക്കുക. പൊന്നാര മക്കളെ, നിങ്ങൾ വേണ്ടാന്ന് വിൽക്കടോ. എൻ്റെ ഉമ്മായും വാപ്പായും കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ കുടിക്കുന്നത്? അതുകൊണ്ട് ഉമ്മായുടെ വാപ്പായുടെ മാർഗത്തിലൂടെ വരീൻ. അപഥസഞ്ചാരം നടത്തുന്ന നമ്മുടെ മക്കൾക്ക് അല്ലാഹു ബോധോദയം നൽകുമാറാകട്ടെ. സൂറത്തുൽ തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഫൽയൽഹഖൂ ഖലീല, നിങ്ങൾ മതിമറന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, അതിനാണ് സംവിധാനങ്ങൾ മുഴുവനും, ഹറാമിൻ്റെ മുഴുവൻ മേഖലകളും വന്ന് ചിരിക്കാനല്ല, മതിമറന്ന് ചിരിക്കാൻ. എന്തോ ഏത് കാര്യമായാലും അള്ള പറഞ്ഞു നടപടിയെടുക്കും, അറസ്റ്റ് ചെയ്യും. വൽയബ്കൂ കസീറാ, എൻ്റെ ദുനിയാവിൽ ഞാനാകുന്ന റബ്ബിന് വഴിപ്പെട്ടൊരുത്തൻ ജീവിച്ചിട്ടുണ്ട്. ആ വഴിപ്പെട്ട് ജീവിച്ച ശരീരം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന ആത്മീയ ദർജ, ആത്മീയ പദവി കരസ്ഥമാക്കിയ ശരീരമാണ് നഫ്സുൽ അമ്മാറ. എല്ലാ ശാരീരിക ഇച്ഛകളിൽ നിന്നും വിള പറഞ്ഞു വരാനിരിക്കുന്നത് ഖബറും ഒരു മരണവും ആഖിറത്തിൽ അല്ലാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന നീതി വിസ്താര കോടതിയും എൻ്റെ മനോമുഖരത്തിൽ വരണം, നിങ്ങളുടെ മനോമുഖരത്തിൽ വരണം. അതനുസരിച്ച് ജീവിക്കാം. അതനുസരിച്ച് ജീവിച്ചു പോയതാണ് മഹാന്മാർ. ചക്കാലയിലെ മുസ്ലിയാര്, വടക്കപ്പള്ളിയിലെ ഉസ്താദുൽ അക്ബർ എന്ന് പറയുന്ന വാഴക്കാട് ഉസ്താദിൻ്റെ ശിഷ്യനാണ് ചക്കാലയിൽ മുഹമ്മദ് മുസ്ലിയാർ മുഅദ്ദിൻ. 25 കൊല്ലം ഖബർ നോക്കുമ്പോഴേ പുതിയാപ്പള്ളികളെ കൂട്ടി കിടക്കുന്നത്. നമ്മളിത് പരിശ്രമിക്കുന്നുണ്ടോ? എൻ്റെ ഖബർ അങ്ങനെ ആയിരിക്കണം, എൻ്റെ മയ്യത്ത് അങ്ങനെ ആയിരിക്കണം. നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ് അല്ലാഹു കൊടുക്കുന്നത്. മുത്തുമൈന പദവിയിലേക്ക് കരസ്ഥമായിക്ക ശരീരമേ, ഇർജിഇ, പോവാം, സ്വർഗത്തിൽ പോവാം. ഉടമസ്ഥനായ അല്ലാഹു വിളിക്കുക, ഇർജിഇ, മടങ്ങിക്കും. ഇലാ റബ്ബിക്ക്, നിന്റെ രക്ഷിതാവിലേക്ക് നിനക്ക് മടങ്ങാം. അള്ളാഹു നമ്മളെ വിളിച്ചു മരിപ്പിക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ വിളിച്ചു മരിപ്പിക്കട്ടെ. വായി നോക്കിയായിട്ട് മരിച്ചിട്ടെന്താ കാര്യം? എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയിട്ട് എന്താ കാര്യം? ദുർമരണത്തോട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നീ വെറുതെ അല്ല വരുന്നത് കേട്ടോ. അല്ല പറഞ്ഞു, ഇർജി ഇലാ റബ്ബിക്ക്,
നിന്റെ റിസൾട്ട് ഇവിടെ ഔട്ടായിട്ടുണ്ട്. എന്താ റിസൾട്ട്? റാദിയത്തൻ മർദിയ. വിശുദ്ധ ഖുർആൻ റാദിയത്തൻ മർദിയയുടെ മക്കാം ഈ അടിമയ്ക്ക് അള്ളാഹു കൊടുത്തു. അടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അടിമയെയും ഇഷ്ടപ്പെടുന്നതാണ് റാദിയത്തൻ മർദിയ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ഈ അടിമ ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ യജമാനനായ റബ്ബേ ആ അടിമയെയും ഇഷ്ടപ്പെട്ടു. റാദിയത്തൻ മർദിയ. നീ വീട്ടിൽ നിന്ന് വരികയല്ലേ, നിന്റെ ഭാര്യ മക്കളും മാതാപിതാക്കളും കുടുംബത്തിലല്ലേ, നീ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വന്നവനല്ലേ, ചെല്ലും വിഷമിക്കണ്ട. ഫദ്ഖുലി ഫീ ഇബാദി. ആത്മീയ ലോകത്തേക്കുള്ള കവാടം തുറന്നു കൊടുത്തിട്ട് അല്ലാഹു പറയുന്നു, ഫദ്ഖുലി ഫീ ഇബാദി. എന്റെ ഇബാദുണ്ട്, എന്റെ സത്യദീനിന്റെ ചുണക്കുട്ടികളായ സത്യസന്ധരായ എന്റെ ഇബാദെന്ന് അല്ലാഹു പറഞ്ഞത് അംബിയ മുർസലീങ്ങളാണ്, ഔലിയക്കന്മാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്. അവരുടെ കൂട്ടത്തിൽ നിനക്ക് ഞാൻ പ്രവേശനം തരുന്നു റബ്ബേ. ഇതിനു വേണ്ടിയായിരിക്കണം ഞങ്ങളുടെ ജീവിതം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടടുത്ത് റബ്ബ് എത്തിക്കുന്നില്ലേ? ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി. പ്രവിശാലമായി കിടക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഈ സ്വർഗപ്രപഞ്ചം അതൊരു മഹാസാമ്രാജ്യമാണ്. 8, 10, 100 നിലയുള്ള അമിട്ട് കൊട്ടാര വലുത് സ്വർഗം. വിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞു അർദുഹാ, സ്വർഗത്തിന്റെ വീതി. ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ സ്വർഗത്തിന്റെ നീളമല്ല, വീതി. വീതി അസ്സമാവാതു വൽ അർദ്. 7 ആകാശത്തിന്റെ വീതിയാണ്, 7 ഭൂമിയുടെ. അപ്പം നീളം എന്തായിരിക്കും അല്ലാഹ്ക്കറിയാം, വേറെ ആർക്കും അറിയുന്നു. ഈ മജ്ലിസിന്റെ സഭായത്തുകൊണ്ട് അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാണ്. ഇങ്ങനെയൊന്ന് മരിക്കാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൊറോക്കോയിലെ ഷേഖ് മരിച്ചില്ലേ? 77 കൊല്ലം ഖബറിൽ കിടന്നില്ലേ? അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനിൽ ജസൂലി റളിയല്ലാഹു അൻഹു. ദലാലുൽ ഖൈറാത്ത് എന്ന കിതാബുണ്ട്, സലാത്ത് കിതാബ്. അതിൻ്റെ മുസന്നിഫാണ് ഈ മഹാനായിരിക്കുന്ന ഷെയ്ഖ് ജസൂലി ഇമാം റളിയല്ലാഹു അൻഹു. 77 കൊല്ലം പള്ളി ഏറ്റി അടയ്ക്കുക. ഒരു സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരിൽ ആത്മീയ ബന്ധമുള്ള ഒരു മകൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചിട്ട് 77 കൊല്ലമായി. നാളെ നീ നിന്റെ കൂട്ടുകാരും വന്ന് ഈ മണ്ണ് മാറ്റണം, എൻ്റെ ഖബറിൽ നിന്നും മണ്ണ് മാറ്റണം, എൻ്റെ ഖബർ തുറക്കണം, എൻ്റെ ജനാസ പുറത്തെടുക്കണം. ജനാസ പുറത്തെടുത്തിട്ട് സൂസ് മക്ബറയിൽ നിന്നും, ആ മക്ബറയുടെ പേര് സൂസ് മക്ബറ എന്നാ, ആ മക്ബറയിൽ നിന്നും എൻ്റെ ജനാസ മറാക്കിഷിൽ കൊണ്ടുപോയി അടക്കണം. അടുത്ത മക്ബറയുടെ പേരാണ് മറാക്കിഷ്. സ്വപ്നം കഴിഞ്ഞു. ഉസ്താദാകുന്ന ഷെയ്ഖുൽ മുറബ്ബിയായ മുഹമ്മദ് ബിൻ സുലൈമാനിൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ സംശയമില്ലാത്ത സത്യസന്ധനായ ശിഷ്യൻ മുരീദ് ആ കീർത്തൻ നിർവഹിക്കുന്നു. കൂട്ടുകാരോടൊപ്പം പോയി സൂസിൽ പോയി മക്ബറിൽ നിന്നും മണ്ണ് മാറ്റി. മണ്ണ് മാറ്റാൻ തുടങ്ങിയപ്പോഴേ മണമടിക്കാൻ തുടങ്ങി. മണ്ണ് മാറ്റാൻ തുടങ്ങിയപ്പോഴേ മണമടിക്കാൻ തുടങ്ങി. കസ്തൂരിയുടെ സുഗന്ധ മണം.